ഹലോ. അപ്പോൾ ദാ കുറേ ദിവസങ്ങൾക്കും മാസങ്ങൾക്കും ശേഷം ഒരു കുഞ്ഞു വ്ളോഗായിട്ട് വന്നിരിക്കുക കേട്ടോ. ചെറിയൊരു വീഡിയോ ആണ്. ഞാനങ്ങനെ ഇപ്പം നാട്ടിൽ വന്നതിന് ശേഷം അങ്ങനെ വ്ളോഗൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ചെറിയ ചെറിയ ഷോർട്സ് മാത്രം ഇട്ടിട്ടുള്ളൂ. ലോങ് വീഡിയോ ഇട്ടിട്ട് എത്രയോ മാസങ്ങളായി. അപ്പം നമ്മൾ മടി വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ലല്ലോ. അപ്പോൾ അത് ഞാനൊരു ദിവസം വയനാട് പോയപ്പം എടുത്തു വെച്ച വീഡിയോ കേട്ടോ. ഈ വെള്ളപ്പൊക്കമൊക്കെ വരുന്നതിന് മുന്നേ, ഉരുൾപൊട്ടൊക്കെ വരുന്നതിന് മുന്നേ പോയിട്ടുള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കുറേ ആയി ഞാൻ പോയിട്ട്. അപ്പോൾ ഒന്ന് കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാട്ടോ. നല്ലൊരു കാലാവസ്ഥയിലായിരുന്നു നമ്മളന്ന് പോയിട്ടുണ്ടായിരുന്നത്. ഭയങ്കര കോടയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഞാനൊരു കുരങ്ങനെ കണ്ടപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിർത്താൻ പാടില്ല, പോലീസിൻ്റെ നോ പാർക്കിംഗ് ബോർഡൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ജസ്റ്റ് ആ വ്യൂ അവിടെ എത്തിയിട്ട് കണ്ടില്ലെങ്കിൽ ഭയങ്കര ഒരു നഷ്ടമാണല്ലോ എന്ന് വിചാരിച്ച് നമ്മളവിടെ ജസ്റ്റ് ഒന്ന് നിർത്തിയിട്ട്, താഴോട്ടൊന്നും കാണുന്നില്ല കേട്ടോ, അത്രയും കോടയാണ്. നമ്മൾ ശരിക്കും ഈ ക്യാമറയിൽ കാണുന്നതൊന്നുമല്ല. നിങ്ങൾക്ക് ഇതിലിപ്പം കാണുന്നതിനേക്കാളും അടിപൊളിയായിരുന്നു. കണ്ണുകൊണ്ട് കാണുമ്പോൾ ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇത് ഞാൻ ഷോർട്സിലിടാൻ വേണ്ടിയിട്ട് എടുത്തതായിരുന്നു. അപ്പം അല്ലാണ്ട് വേറൊരു ക്ലിപ്പിങ്സ് എൻ്റെ അടുത്തുനിന്ന് പോയിട്ടുണ്ട്. കുറച്ചായി ഞാനിതിങ്ങനെ എടുത്ത് വെച്ചിട്ട് കേട്ടോ. പിന്നെ അതാ നമ്മൾ അവിടെ നിന്ന് കുറച്ച് മൂവ് ആയിട്ടുണ്ട്. കാരണം അവിടെ അങ്ങനെ അധികം നിൽക്കാൻ പാടില്ല എന്നവർ പറയുന്നുണ്ട്. കാരണം പോലീസിൻ്റെ നോ പാർക്കിംഗ് ബോർഡ് ഇട്ടിട്ടുണ്ട്. പക്ഷേ എല്ലാവരും പാർക്ക് ചെയ്യുന്നുണ്ട്. പോലീസ് വന്നു കഴിഞ്ഞാൽ പറ്റി ഉറപ്പാണ്. അങ്ങനെയാണ്. അവർ ജസ്റ്റ് വന്ന് ഫോട്ടോ എടുത്ത് പോവും എന്നാണ് അവിടെ നിർത്തുമ്പോൾ പറയുന്നുണ്ട്. പിന്നെ പോലീസ് വണ്ടി അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. താഴത്തുനിന്ന് വരുന്ന കണ്ടാൽ ആൾക്കാർ നമ്മളോട് ഇൻഫർമേഷൻ തരും. നമ്മളിങ്ങനെ വീഡിയോയും കൂടെ ഒന്ന് സൈഡാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതൊക്കെ കാഴ്ച കണ്ട് പിന്നെ അതാ ഞാൻ നമ്മൾ വയനാട്ടിലേക്ക് കയറിയിട്ടുണ്ട്. പിന്നെ അവിടെ കുറച്ച് ദൂരം വരെ ഇങ്ങനെ തന്നെ കോടയായിരുന്നുള്ളത്. കാരണം താഴോട്ടൊക്കെ നല്ല കോടയായതുകൊണ്ട് മേലോട്ടേക്ക് വയനാട്ടിലേക്ക് കയറിയപ്പോൾ കുറച്ച് സമയം വരെ നമുക്ക് ആ കോട അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ മെയിനായിട്ട് പോയിട്ടുണ്ടായിരുന്നത് ജസ്റ്റ് ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് പോയത്. നമ്മൾ അബൂ സലീമിൻ്റെ ഷോപ്പിലാണ് ഞങ്ങൾ പോയിട്ടോ. അപ്പം അവിടുത്തെ ആംബിയൻസ് അടിപൊളിയാണ് കേട്ടോ. അത് കണ്ടോ, എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഫുഡ് അടിപൊളിയാണ്, അതിലും അടിപൊളിയാണ് ഈ ഒരു ആംബിയൻസ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. ഒരു വീട് തന്നെയാണ്, എന്നാലും നമ്മൾ പോകുമ്പോൾ ശരിക്കും ആ ഒരു ഭയങ്കര ഒരു ഫീൽ അവിടെ നിന്ന് കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു മലമ്പ്രദേശമായതുകൊണ്ട് അത്യാവശ്യം ഒരു തണുപ്പും ഒക്കെ ഉള്ളൊരു മഴയും ചെറിയൊരു, ഞങ്ങൾ പോയപ്പോൾ മഴ ഉണ്ടായിരുന്നില്ല. പക്ഷേ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ ജസ്റ്റ് അവിടെ എത്തിയപ്പോഴാണ് ചോർന്നത് കേട്ടോ. അപ്പോൾ അതാ അടിപൊളിയാണ്. പക്ഷേ ഇവിടെ ഭയങ്കര തിരക്കാണ്. നമ്മൾ പോയത് കറക്റ്റ് ഒരു 2-2:30 ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മളവിടെ എത്തിയപ്പോൾ നല്ല തിരക്കുണ്ട്. ബുക്ക് ചെയ്ത് വെച്ചിട്ട് അവളിങ്ങനെ സീറ്റ് ഒഴിയുന്നതിനനുസരിച്ച് അവിടെ അതിന് വേണ്ടി തന്നെ ആൾക്കാരെ വെച്ചിട്ടുണ്ട്, അത് വിളിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അവർ വന്ന് നമ്മളെ വിളിക്കും, എന്നിട്ട് അതിനനുസരിച്ചാണ് നമ്മൾ കയറുക കേട്ടോ. അങ്ങനെ ഇതാ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഒരു കോണിപ്പടിയൊക്കെയാണ്. നമ്മൾ മേലെ ഇരുന്നിട്ടായിരുന്നു ഫുഡ് കഴിച്ചത്. അപ്പോൾ അതാ ഇങ്ങനൊരു ഭയങ്കര ഒരു സ്റ്റെയർ എനിക്ക് കയറാനും പേടിയുണ്ടായിരുന്നു, വീഡിയോ എടുക്കാനും ഒരു പേടിയുണ്ടായിരുന്നു. ഈ ഒരു സെറ്റപ്പൊക്കെ പണ്ടുള്ള വീട്ടിലുള്ള കാണുന്ന ആ ഒരു സെറ്റപ്പ് അങ്ങനെ തന്നെ അവർ നിലനിർത്തിക്കൊണ്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അടിപൊളിയുണ്ട്, ഒന്നും പറയാനില്ല. പിന്നെ എന്താ പറയുക, അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഈ ഒരു ചെറിയൊരു വീഡിയോ എടുത്തുള്ള അവിടുന്ന് നമ്മൾ ഒരു ജംഗിളിൽ കൂടെ ഉള്ള ഡ്രൈവും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒന്നും വീഡിയോസ് എൻ്റെ കയ്യിൽ കറക്റ്റില്ല, മെമ്മറി ഫുള്ളാവുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഡിലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. വീഡിയോ ഇടണമെന്ന് വിചാരിച്ചിട്ടാണ് പോയത്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.